യെരിഹോയുടെ മതിലുകൾ. ഇസ്രായേല്യർ യോർദാൻ നദി കടന്ന് വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ചപ്പോൾ അവരുടെ മുന്നിൽ വന്ന ആദ്യത്തെ വലിയ തടസ്സം ശക്തമായ കോട്ടയായ യെരിഹോ നഗരമായിരുന്നു. ആ നഗരത്തിന്റെ ചുറ്റും വളരെ ഉറപ്പുള്ള ഉയർന്ന മതിലുകൾ ഉണ്ടായിരുന്നു. മനുഷ്യബുദ്ധി കൊണ്ടും സൈനിക ശക്തി കൊണ്ടും അതിനെ തോൽപ്പിക്കുന്നത് അസാധ്യമായി തോന്നി. എന്നാൽ ദൈവം യോശുവയ്ക്കും ഇസ്രായേൽ ജനങ്ങൾക്കും ഒരു വിസ്മയകരവും അപൂർവവുമായ വിധാനം നൽകി. ദൈവം കൽപ്പിച്ചത് 6 ദിവസത്തേക്ക് ജനങ്ങൾ ദിവസത്തിൽ ഒരിക്കൽ വീതം നഗരത്തിന്റെ ചുറ്റും നടന്നു വരണം. നിയമപ്പെട്ടകം പുരോഹിതന്മാരുടെ മുമ്പിൽ കൊണ്ടുപോകണം. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പിൽ ഉണ്ടാക്കിയ കാഹളം മുഴക്കുകയും വേണം. 7-ാം ദിവസം അവർ നഗരത്തിൽ ചുറ്റും 7 പ്രാവശ്യം നടന്നു. ശേഷം പുരോഹിതന്മാർ കാഹളം മുഴക്കി. ജനങ്ങൾ മുഴുവൻ ഒന്നിച്ചു ഉയർന്ന ശബ്ദത്തിൽ വിളിച്ചപ്പോൾ അത്ഭുതകരമായി യെരിഹോയുടെ ശക്തമായ മതിലുകൾ നിലം പൊത്തി വീണു. ഇങ്ങനെ ദൈവത്തിന്റെ വചനത്തോടുള്ള അനുസരണവും വിശ്വാസവും കൊണ്ടാണ് ഇസ്രായേൽ ജനങ്ങൾ യെരിഹോയെ ജയിച്ചത്. അവരുടെ സ്വന്തം ബലം കൊണ്ടല്ല, ദൈവത്തിന്റെ ശക്തിയാലാണ് വിജയം ലഭിച്ചത്. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ മാർഗങ്ങൾ പലപ്പോഴും മനുഷ്യബുദ്ധിക്ക് വിചിത്രമായി തോന്നിയാലും ദൈവം പറഞ്ഞതുപോലെ അനുസരിക്കുമ്പോൾ വിജയം ഉറപ്പാണ്. യെരിഹോയുടെ മതിലുകൾ പോലെ നമ്മുടെ ജീവിതത്തിലും പല തടസ്സങ്ങളും ഉണ്ടാകും. എന്നാൽ ദൈവത്തോടുള്ള വിശ്വാസവും അനുസരണവും നമ്മെ വിജയത്തിലേക്ക് നയിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.